നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡാണ്. CPM-ന് തുടർഭരണം ഇല്ല എന്ന തലക്കെട്ടിലുള്ള എപ്പിസോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം തങ്ങളുടെ മുമ്പിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹമായി കേരളം മാറിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് തിരിച്ചടിയുണ്ടായി. നിലവിലെ സാഹചര്യത്തിലെ സീറ്റ് നിലയടക്കം വെച്ച് നോക്കുമ്പോൾ വലിയ തോതിലുള്ള ആഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള തിരിച്ചടിയാണോ, UDF-ന് തരംഗ സമാനമായ നേട്ടമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ വോട്ട് നിലയനുസരിച്ചുള്ള കണക്കുകളാണ് ഇപ്പോൾ എല്ലാ ചർച്ചകളുടെയും ആധാരമായി നിൽക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിച്ച ഒരു സീറ്റ് നിലയുണ്ട്. 80 സീറ്റ് UDF-ന് എന്നും 58 സീറ്റ് LDF-നും 2 NDA BJPക്ക് വട്ടിയൂർക്കാവും നിയമവും. ഈ സീറ്റ് നിലയുടെ ബേസിലാണ് പുതിയ ചർച്ചകൾ ആരംഭിച്ചത്. എന്നാൽ അതിനുശേഷം ഈ നഷ്ടപ്പെട്ട എന്ന് പറയുന്ന സീറ്റുകൾ, LDF-ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സീറ്റുകളുടെ കണക്കുകളിൽ ആലോചന നടത്തിയതിന് ശേഷം, ഉദാഹരണത്തിന് തളിപ്പറമ്പ് UDF ചുരുങ്ങിയ വോട്ടിന് ഭൂരിപക്ഷം നേടി എന്നാണ് ഈ നിലവിലെ കണക്കിൽ, മനോരമ പത്രത്തിലെ കണക്കിലുള്ളത്. അത്തരം മണ്ഡലങ്ങളിൽ എണ്ണാത്ത വോട്ടുകളുണ്ട്. ആ UDF-ൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ കൂടിയ വോട്ട് ഇപ്പോൾ ആന്തൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഏരിയകളുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഉള്ള വ്യത്യാസം വരുമ്പം അവിടെ LDF-ന് കിട്ടും എന്നുള്ള കണക്കുകൾ, വേറെ തരത്തിലുള്ള നിഗമനങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ മനോരമയുടെ കണക്കിൽ ഇല്ലാത്ത വോട്ടുകൾ കൂടി അത് 64 വരെ ദേശാഭിമാനി എത്തിച്ചിട്ടുണ്ട്. LDF-ന് 64 സീറ്റ്, അപ്പോഴും ഭൂരിപക്ഷം ഇല്ല. ഈ സാഹചര്യത്തിലാണ് പലവിധ കണക്കുകൾ പല മട്ടിൽ വരുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനോടനുബന്ധിച്ചുള്ള സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലെ ഒരു കണക്ക് പരിശോധിക്കാനാണ് ഞാനിവിടെ വന്നത്. 98 സീറ്റ് LDF-ന് കിട്ടും. അതായത് ഈ മനോരമയുടെ 80 കൂടാതെ 40 സീറ്റ് LDF-ന് അധികമായി ലഭിക്കുന്നൊരു കണക്ക്. മനോരമയുടെ 80 എന്ന UDF സീറ്റിൽ നിന്ന് 40 സീറ്റ് ഇപ്പുറത്തേക്ക് വരാനുള്ള ഒരു കണക്ക്, പുതിയൊരു കണക്ക് പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു ഗവേഷണം, ഒരു നിഗമനം, ഒരു പ്രതീക്ഷ ഇപ്പോൾ പുറത്ത് വന്ന ഒരു വിശകലനത്തിലുണ്ട്. അത് പരിഗണിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം. അതിന് ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് പോകാം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF-ൻ്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ LDF-ന് ഉണ്ടായ ഈ തിരിച്ചടിയുടെ തുടർച്ചയായിട്ട് വന്നൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അനുരണനങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പം ഏറ്റവും പ്രധാനം സ്വപ്ന സുരേഷിൻ്റെ രംഗപ്രവേശമാണ്. സ്വപ്ന സുരേഷ് ഏറ്റവും ഒടുവിൽ അവരുടെ യൂട്യൂബിലൂടെ തങ്ങളുടെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ വീണ്ടും കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ വലിയ തോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന് അറസ്റ്റിലായി കസ്റ്റംസും NIA-യും ഒക്കെ വന്ന് അന്വേഷണം നടത്തി അവരുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതി എന്ന നിലയിൽ അവർ പിന്നീട് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കരുവാവുകയും LDF-നെതിരായ പിണറായി വിജയനെയും കുടുംബത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെ ഉപയോഗിക്കപ്പെടുകയും ചെയ്തൊരു സ്ത്രീയാണ്. അവർ പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അത് എഫക്റ്റ് ചെയ്തില്ല. പിന്നീട് ഇടക്കിടക്ക് ഓരോ ആരോപണങ്ങൾ പലർക്കെതിരെ ഉന്നയിച്ച് അവർ രാഷ്ട്രീയ ചർച്ചകളിൽ വന്നു. പക്ഷേ കാര്യമായി ഏശിയില്ല. എന്നാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ തിരിച്ചടി, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അവർ വീണ്ടും തലപൊക്കുന്ന കാഴ്ച നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. അവരുടെ യൂട്യൂബിലൂടെ ഞാൻ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്നു എന്ന പ്രഖ്യാപനത്തോടുകൂടി കൂടുതൽ വീഡിയോ പരമ്പരകളിലൂടെ വരികയാണ് എന്നുള്ള പ്രഖ്യാപനത്തോടെ അവർ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അതുപോലെ പല വിധത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള പുതിയ അനുരണനങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ തക്ക ശേഷിയുള്ള ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നുമുണ്ട്. അപ്പോഴാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്ന സീറ്റ് നിലയുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ്. 80, 58, 2 എന്ന മനോരമ സീറ്റ് നിലയുടെ വിശകലനത്തിലേക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു വിശകലനം മുൻ മന്ത്രിയും CPM നേതാവുമായ KT ജലീലാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ 80, 58 എന്ന സീറ്റ് നിലയിൽ വലിയ വ്യത്യാസം വരുത്തുന്ന അദ്ദേഹത്തിൻ്റെതായ യുക്തി ഉപയോഗിച്ചുള്ള ചില കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് അത് 98 സീറ്റിലേക്ക് എത്താൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക്. KT ജലീലിൻ്റെ കണക്ക് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതിൽ LDF, UDF മുന്നണികൾ മാത്രമാണ് സീറ്റ് പട്ടികയിലുള്ളത്. അദ്ദേഹം പറയുന്ന മനോരമയുടെ കണക്കിൽ നിന്ന് വ്യത്യാസം വരുന്ന മണ്ഡലങ്ങൾ ഇവയാണ്. എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു എന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ആദ്യം മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉദുമ, അഴീക്കോട്, തളിപ്പറമ്പ്, കണ്ണൂർ, ബത്തേരി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കുന്നമംഗലം, തിരുവമ്പാടി, കോഴിക്കോട് സൗത്ത്, പൊന്നാനി, തവനൂർ, താനൂർ, പട്ടാമ്പി, തൃത്താല, തൃശ്ശൂർ, തൃപ്പൂണിത്തറ, കൊച്ചി, വൈപ്പിൻ, കോതമംഗലം, കളമശ്ശേരി, ഇടുക്കി, പീരുമേട്, ദേവികുളം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, അരൂർ, അടൂർ, കോന്നി, തിരുവല്ല, ആറന്മുള, കുന്നത്തൂർ, പത്തനാപുരം, വട്ടിയൂർക്കാവ്, നെയ്യാറ്റിൻകര, ചിറയിൻകീഴ്, നേമം എന്നീ മണ്ഡലങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കണക്കിൽ ഈ LDF-ന് കൂടുതലായി മനോരമയിൽ നിന്ന് വ്യത്യസ്തമായി ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇനി KT ജലീൽ പറയുന്ന അധികം 40 സീറ്റ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതുപോലെ ഞാൻ നിങ്ങളോട് പറയാം. സുനാമിയിലും തകരാതെ 58 ഇടതു കോട്ടകൾ,
മനോരമ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇടതുപക്ഷത്തിനെതിരായി ഉണ്ടായ തദ്ദേശ സുനാമിയിലും ഒരു കോട്ടവും തട്ടാതെ 58 അസംബ്ലി മണ്ഡലങ്ങൾ LDFന് സ്വന്തം. ആ ടേബിളിലെ ഓരോ ജില്ലകൾ പരിശോധിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കാൻ ഏറെ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ധാരാളമാണ് എന്ന് കാണാം. കാസർഗോഡ് ജില്ലയിലെ ഉദുമ കെ സുധാകരൻ മത്സരിച്ചിട്ട് പോലും അസംബ്ലിയിലേക്ക് ജയിക്കാത്ത മണ്ഡലമാണ്. അത് LDF നിലനിർത്തും. കണ്ണൂർ ജില്ല എടുത്താൽ അഴീക്കോട് സ്ഥാനാർത്ഥി മികവിൽ LDFന് ജയിക്കാനാകും. തളിപ്പറമ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഡസനിലധികം വാർഡുകളിലെ വോട്ട് കൂട്ടാതെയാണ് UDF ലീഡ് പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്. അവിടെ ഒരു പഞ്ചായത്തിൽ തന്നെ ഉള്ള വോട്ട് ബാക്കി കിടക്കാണ്. അവിടെയാണ് നിലവിൽ UDF ലീഡ് എന്ന് മനോരമയുടെ പട്ടികയിലുള്ളത്. അതിലെ ഈ വോട്ട് കൂടി കണക്ക് കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും ജയിക്കും. ചുരുങ്ങിയ വോട്ടിനാണ് നിലവിലെ ലീഡ് മനോരമയുടെ പട്ടികയിൽ ഉള്ളത്. UDF ലീഡ് പട്ടിക അങ്ങനെയാണ്. തളിപ്പറമ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിലെ വോട്ട് കൂട്ടിയാൽ തളിപ്പറമ്പ് LDFന്റെ ഉറച്ച സീറ്റാണ്. കണ്ണൂരും സ്ഥാനാർത്ഥിയുടെ മികവിൽ LDF നേടാൻ സാധ്യതയുണ്ട്. വയനാട് ജില്ലയിലെ ബത്തേരി സ്ഥാനാർത്ഥി മികവിൽ LDFന് കിട്ടും. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി മണ്ഡലങ്ങൾ LDF നിലനിർത്തും. കുന്നമംഗലം സ്ഥാനാർത്ഥി മികവിൽ ജയിക്കും. തിരുവമ്പാടിയിലും കോഴിക്കോട് സൗത്തിലും സ്ഥാനാർത്ഥി മികവിൽ LDF തുടരും. മലപ്പുറം ജില്ലയിൽ പൊന്നാനി LDF ജയിക്കും. തവനൂരും താനൂരും സ്ഥാനാർത്ഥികളുടെ മികവിൽ LDF സ്വന്തമാക്കും. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയും തൃത്താലയും സ്ഥാനാർത്ഥി മികവിൽ LDFനൊപ്പം നിൽക്കും. തൃശ്ശൂരിൽ മനോരമയുടെ ടേബിളിൽ തൃശ്ശൂർ മണ്ഡലം മാത്രമാണ് UDF ലീഡ് ഉള്ളത്. അവിടെയും സ്ഥാനാർത്ഥി മികവിൽ LDF പിടിച്ചെടുക്കാനാണ് സാധ്യത. കാരണം അവിടെ BJPയുടെ പ്രോമിനൻസ് വരും. LDFന്റെ സ്ഥാനാർത്ഥി മികവ് ഓടുകൂടി അവതരിപ്പിച്ച CPI ആണ്. നിലവിൽ P. ബാലേന്ദ്രനാണ്. ചുരുങ്ങി 1000-ൽ താഴെ വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഇനിയിപ്പോൾ എന്താവുമെന്ന് നമുക്ക് ഈ സാഹചര്യത്തിൽ ഈ ഇക്വേഷൻ മാറുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥ്യം ആവർത്തിക്കുമോ അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥി വരുമോ, ആ മികവ് തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമോ എന്നുള്ള വിശകലനമാണ് KT ജലീൽ നടത്തുന്നത്. അതുപോലെ എറണാകുളം ജില്ല, അവിടെ വെറും 243 വോട്ടുകൾക്ക് മാത്രം UDF മുന്നിട്ട് നിൽക്കുന്ന തൃപ്പൂണിത്തറ. ഇപ്പം മനോരമയുടെ ടേബിളിൽ 243 വോട്ടിനാണ് UDFന് കിട്ടുക. അത് LDF തിരിച്ചു പിടിക്കും. കൂടാതെ കൊച്ചി, വൈപ്പിൻ, കോതമംഗലം, കളമശ്ശേരി എന്നീ മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളുടെ മികവിൽ LDF തിരിച്ചു പിടിക്കും. ഇടുക്കി ജില്ലയിൽ ഇടുക്കി, പീരുമേട്, ദേവികുളം LDFന് ഏറെ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ മണ്ഡലങ്ങൾ LDF ജയിക്കും. ആലപ്പുഴയിൽ 520 വോട്ടുകൾക്ക് മാത്രം പിന്നിലായ അരൂർ LDF പിടിക്കും. പത്തനംതിട്ടയിൽ അടൂർ, കോന്നി, തിരുവല്ല, ആറന്മുള മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികളുടെ മികവിൽ LDF ജയിക്കും. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ, പത്തനാപുരം മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥി മികവിൽ LDF പിടിക്കും. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവും, ചിറയിൻകീഴും, നേമവും, നെയ്യാറ്റിൻകരയും LDFന്റെ ലിസ്റ്റിൽ ഇടം നേടും. അതായത് അതിൽ NDAക്ക് മനോരമയുടെ പട്ടികയിലുള്ളത് വട്ടിയൂർക്കാവും നേമവുമാണ്. അത് LDF പിടിക്കും എന്നാണ് പറയുന്നത്. വട്ടിയൂർക്കാവ് സ്വാഭാവികമായിട്ട് BJPയുടെ സാധ്യത വളരെ കുറവാണ്. നേമത്താണ് ഒരു വെല്ലുവിളിയുള്ളത്. അത് ശിവൻകുട്ടി മത്സരിക്കില്ല എന്ന് പറയുമ്പോഴാണ് ആ വെല്ലുവിളി വർദ്ധിക്കുന്നത്. അദ്ദേഹം ഇനി മത്സരിക്കാൻ രംഗത്ത് വരികയാണെങ്കിൽ പുതിയ വാർത്തകളനുസരിച്ച് CPM അദ്ദേഹത്തിനെ വീണ്ടും മത്സരിപ്പിക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ BJP പ്രതിസന്ധിയിലാവും. രാജീവ് ചന്ദ്രശേഖറിൻ്റെ നില പരിങ്ങലിലാവും എന്നാണ്. അത് യുക്തിസഹമായ ഒരു വാദമാണ്. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ന്യൂനപക്ഷങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് മതജാതി ഭ്രാന്തന്മാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതി ശബരിമലയിലെ കുറ്റക്കാരെ നിഷ്കരണം നേരിട്ട് മുന്നോട്ട് പോയാൽ സെഞ്ചുറി കടന്ന് LDF 2026-ൽ മൂന്നാമതും അധികാരത്തിൽ വരും. മനോരമയുടെ ടേബിൾ നൽകുന്ന സുവ്യക്തമായ സൂചന അതാണ്. LC AC ലെവലിലുള്ള പാർട്ടി ഭാരവാഹികൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ചുറ്റും സംഘികൾ ഭീഷണിയുടെ പൊടിപടലങ്ങൾ തീർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ സാമീപ്യവും ഉറച്ച പിന്തുണയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരേക്കാൾ അവർക്ക് വിശ്വാസം ഇടതുപക്ഷത്തെയാണ്. പൗരത്വ പ്രശ്നങ്ങളും SIRഉം വരാൻ പോകുന്ന സെൻസസുമെല്ലാം ന്യൂനപക്ഷങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത്. അവസാന സഖാവ് മരിച്ചു വീഴുന്നതുവരെ ഒരാളെയും ആരും നാടുകടത്തില്ലെന്ന് ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തണം. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ അകാരണമായി ദ്രോഹിക്കുന്ന സാധാരണക്കാർക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഏരിയ തലങ്ങളിൽ ഒരുക്കി ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി അവരുടെ ഐക്യപ്പെട്ട് ശക്തമായി മുന്നോട്ട് പോവുക കോൺഗ്രസ്സുകാരുടെ അഭിനയമല്ല, സഖാക്കളുടെ സത്യസന്ധമായ സമീപനമാണ് ജനങ്ങൾക്ക് ഇഷ്ടം. കമ്മ്യൂണിസ്റ്റുകാരുടെ സത്യസന്ധതയും അടിസ്ഥാന വർഗത്തോടുള്ള സ്നേഹവും റീൽസ് എടുക്കാൻ അല്ലെന്ന് കോൺഗ്രസ്സുകാരെ കണ്ട് പഴകിച്ച നാട്ടുകാർക്ക് നന്നായി അറിയാം. ഷെയർ പിരിച്ച് പറ്റിക്കാനോ ഏതാനും സമുദായ പ്രമാണിമാർക്ക് അധികാര കസേര ഒപ്പിച്ചെടുക്കാനോ നടത്തുന്ന പച്ചപ്പടയുടെ ഗിമ്മിക്കുകളേക്കാൾ ജനങ്ങൾക്ക് വിശ്വാസം ചെമ്പടയുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലാണ്. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് കുതിച്ച് അനായാസം കേരളത്തെ കലർപ്പില്ലാത്ത മതനിരപേക്ഷ പക്ഷത്ത് നിർത്താം. 2026 മെയ് മാസം ചുവന്നു തുടിക്കും. കേരളമേ കാത്തിരിക്കുക എന്നാണ് KT ജലീൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പ്രതീക്ഷകളുടെ ഒരു ആവിഷ്കരണം കൂടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ അദ്ദേഹം കണക്ക് നിരത്തുന്നുണ്ട്. ആ കണക്കിലാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ 40 സീറ്റ് അധികം നേടുന്ന 98 സീറ്റിലേക്ക് LDF എത്തുന്ന കണക്ക്. അതിൽ കൂടുതൽ സെഞ്ചുറി തികച്ചു പോവും എന്ന് അദ്ദേഹം
സ്വാഭാവികമായ രാഷ്ട്രീയ അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ കണക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മനോരമയുടെ 80 സീറ്റ് 58 LDF 80 UDF എന്ന സീറ്റ് 2 NDA എന്ന സീറ്റിൻ്റെ ആ ഒരു വോട്ട് കണക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടേബിളിൻ്റെ മേൽ വലിയ തോതിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതിൻ്റെ മേലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ക്ഷീണത്തിൽ നിന്ന് ഇടതുപക്ഷ പ്രവർത്തകരെ ആവേശത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഇതിന്മേലുള്ള ചർച്ചകൾ ഇനിയും വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ ആകാംക്ഷ നമുക്കടുത്ത നിയമസഭ വരെ വലിയ തോതിൽ കത്തിപ്പടരും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്തരം വിവരങ്ങളുമായി വീഡിയോ ചെയ്യുന്നത്. നമുക്ക് മറ്റ് കണക്കുകളും വിശദാംശങ്ങളും നിരീക്ഷണങ്ങളും വരുമ്പോൾ അപ്പോൾ കാണാം. നന്ദി, നമസ്കാരം.